ഉത്തര മലബാറിലെ ഏറ്റവും വലിയ നഗരമായ കണ്ണൂർ. പോർച്ചുഗീസുകാരുടെ സാന്നിധ്യവും അവർ പണിത സെയിന്റ് ആഞ്ചലസ് കോട്ടയും കോലത്തിരി രാജവംശവും വിവരിക്കുന്ന 6 നൂറ്റാണ്ടുകൾ മുതൽക്കുള്ള ചരിത്രം കണ്ണൂരിനുണ്ട്. സംസ്കാരത്തോടും കലയോടുമൊപ്പം കണ്ണൂരിൻ്റെ സിനിമാ കാഴ്ചകളും എന്നും സമ്പന്നമാണ്. കണ്ണൂർ നഗരത്തിലെ പ്രമുഖമായ സവിത ഫിലിം സിറ്റി എന്ന 4 തിയേറ്ററുകളുടെ സമുച്ചയം അതിൻ്റെ ഭാഗമാണ്. സരിത, സവിത, സമുദ്ര, സാഗര എന്നീ 4 സ്ക്രീനുകളുടെ കാഴ്ചകളാണ് ഈ കൊട്ടക ചരിത്രം. ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പം 34 വർഷമായി. സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഫാദറായിട്ട് വാങ്ങിയ ആനന്ദംവിളി തിയേറ്ററുടെ ഓണറായിട്ടുള്ള കൃഷ്ണേട്ടൻ ഉണ്ടാക്കിയതായിരുന്നു സംഗീത തിയേറ്റർ. അതൊരു ഓലഷെഡായിരുന്നു, നടുക്ക് തൂണൊന്നും ഇല്ലാത്ത ഓലഷെഡായിരുന്നു. അവിടുന്ന് ഫാദറുടെ പെട്ടെന്നുള്ള മരണത്തിന് ശേഷം ആ ഉത്തരവാദിത്തം എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഇപ്പോൾ 90 സംഗീത തിയേറ്ററിൽ നിന്നാണ് എൻ്റെ തിയേറ്റർ കരിയർ സ്റ്റാർട്ടാണ്. അതിനു മുമ്പേ ഫാദർ ഇത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇതിൽ ഞാൻ ഇൻവോൾവ് ചെയ്യായിരുന്നു. പക്ഷെ അതൊരു മുനിസിപ്പാലിറ്റീൻ്റെ വാടകയ്ക്കുള്ള സ്ഥലത്തായിരുന്നു. എന്നും ഒരു ടെൻഷനാണ്. കാര്യം മുനിസിപ്പാലിറ്റി സ്ഥലത്തിൻ്റെ വാടക പുതുക്കി തന്നിട്ടില്ലെങ്കിൽ തിയേറ്റർ നടത്താൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് 93 ഈ സവിത തിയേറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലം സവിത തിയേറ്റർ നിൽക്കുന്ന സ്ഥലം വിലക്ക് വാങ്ങിക്കുന്നതും അവിടെ 94 ഇവിടെ സവിത തിയേറ്റർ ലോഞ്ച് ചെയ്യുന്നത്. അത് നോൺ AC തിയേറ്ററായിട്ടും നോർമൽ മോണോ സൗണ്ട് സിസ്റ്റത്തോടു കൂടിയാണ് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ 97 ഈ സവിതയുടെ അടുത്ത് തന്നെയുള്ള സ്ഥലത്ത് സരിത എന്ന് പറഞ്ഞ തിയേറ്റർ സെയിം സിറ്റുവേഷനിൽ ചെയ്തു. 97 ഒക്ടോബറിലാണ് സവിത തിയേറ്ററിൽ ഫസ്റ്റ് DTS ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോഴും നോൺ AC ആയിരുന്നു തിയേറ്റർ. പിന്നെ 2004 സമുദ്ര, അത് വിത്ത് DTS പ്രൊജക്ടർ സിസ്റ്റം എയർ കണ്ടീഷൻഡ്. അതിന് മുമ്പേ തന്നെ സവിതയും സരിതയും AC ചെയ്തു. 2005 സാഗര, ഇതേ പ്രൊജക്ടറും എയർ കണ്ടീഷനും DTSും കൂടി ലോഞ്ച് ചെയ്യണം. പാരലി അതിൻ്റെ കൂടെ വന്നിട്ട് ആ സമയത്ത് തിയേറ്റർ ഒപ്പം നിൽക്കുന്ന സ്ഥലം 70 സെൻറ്റിൽ നിന്ന് 1 ഏക്കറായി. അതിൻ്റെ നേരെ മുന്നിലുള്ള 60 സെൻറ്റ് പാർക്കിങ്ങിന് വാങ്ങിച്ചു. ഇപ്പം ടോട്ടലി 2.5 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ 1 ഏക്കർ 20 സെൻറ്റ് സ്ഥലം കാർ പാർക്കിങ്ങിനും, തിയേറ്റർ നിൽക്കുന്ന 1 ഏക്കർ സെൻറ്റിൽ ഫ്രണ്ടിൽ 40 സെൻറ്റ് 2 വീലറും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാർക്കിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്കാണെന്ന് തോന്നുന്നു. എൻ്റെ അറിവിൽ കേരളത്തിൽ സിനിമ വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ, ഞാൻ പറയുന്ന ബാലൻ്റെ ഒന്നും കാലഘട്ടമല്ല, അല്ലാത്ത കാലഘട്ടം മുതൽ 12 റിലീസിങ് സെൻ്ററായിരുന്നു കേരളം മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ തിരുവനന്തപുരം ടു കണ്ണൂർ, അതിലൊന്ന് അന്നേ കണ്ണൂർ റിലീസിങ് സെൻ്ററായിരുന്നു. അന്ന് കണ്ണൂരും കാസർഗോഡും ഒരു ജില്ലയായിരുന്നു. പിന്നെയാണ് അത് വിഭജിച്ചത്. അപ്പോൾ 12 സെൻറ്ററിൽ അന്നേ ഒരു റിലീസിങ് സെൻ്ററാണ് കണ്ണൂർ. പിന്നെ എൻ്റെ ഓർമ്മയിൽ കണ്ണൂർ ആദ്യം വന്ന തിയേറ്റർ ഉമയാൾ എന്ന് പറഞ്ഞ തിയേറ്റർ, പിന്നെ അത് പ്രഭാത് എന്ന് പേര് മാറപ്പെട്ടു. പിന്നെ നാഷണൽ തിയേറ്ററിൽ ഏതാണ് ആദ്യം വന്നതെന്ന് വ്യക്തമായിട്ട് അറിയില്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഓർമ്മയാണ്. പിന്നെയാണ് സബ്സിക്വൻ്റ് ആയിട്ട് NS തിയേറ്റർ, സെൻട്രൽ തിയേറ്റർ, പിന്നെ സംഗീത എന്ന് പറഞ്ഞ തിയേറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഫാദർ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് അത് സ്ഥാപിച്ചത്. അങ്ങേര് നാഷണൽ തിയേറ്ററും NS തിയേറ്ററിലും മാനേജറായിരുന്നു കൃഷ്ണേട്ടൻ. അങ്ങേര് പിന്നെ സ്വന്തമായിട്ട് മുനിസിപ്പാലിറ്റീൻ്റെ വാടകയ്ക്കുള്ളൊരു സ്ഥലം കിട്ടിയപ്പോൾ ആണ് ഈ സംഗീത തിയേറ്റർ പണിയുന്നത്. ഈ സംഗീത തിയേറ്ററിൽ നിന്നാണ് കക്ഷി വന്നിട്ട് ആനന്ദം തിയേറ്ററും അമ്പിളി തിയേറ്ററും പണിത്.
ആ പണിയുന്ന ഒരു കാലഘട്ടത്തിലാണ് കണ്ണൂർ ആദ്യമായിട്ട് 70 mm സ്റ്റീരിയോഫോണിക് എയർ കണ്ടീഷൻ തിയേറ്ററായ കവിത ലിറ്റിൽ കവിത വരുന്നത്. അതിൻ്റെ ഓപ്പണിംഗ് പടം തന്നെ കറസോ ബേണിംഗ് ട്രെയിനൊക്കെ ആയിരുന്നു അന്നത്തെ 70 mm സ്റ്റീരിയോഫോണിക്കിൽ ഉള്ളത്. ആ AC തിയേറ്റർ കൃഷ്ണേട്ടൻ പണിത സംഗീത തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉണ്ടായത്. അപ്പം AC തിയേറ്റർ അടുത്ത് വന്നപ്പോൾ അതൊരു ഫീസിബിലിറ്റി ഉണ്ടാവില്ല എന്ന് ധരിച്ചപ്പോഴേക്കും അങ്ങേക്ക് വന്നിട്ട് ആനന്ദം അമ്പിളി തിയേറ്ററും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫാദർക്കും ഒരു സുഹൃത്തിനും കൂടി അങ്ങേര് സംഗീത തിയേറ്റർ വെക്കണത്. അപ്പോഴാണ് ഫാദർ അത് ഏറ്റെടുക്കണം. പിന്നെ സുഹൃത്ത് പിന്നെ അന്ന് ഡിപ്പാർട്ട് ചെയ്ത് പോയി, ഫാദർ തനിയായി. അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലയിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ 6th സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ ഡ്രാമാസിലൊക്കെ അഭിനയിക്കുമായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് ഡ്രാമ ഏകാന്ത നാടകങ്ങൾ കഥ എഴുതി സംവിധാനം ചെയ്യും, അഭിനയിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇതിനോട് ഒരു കലയിനോട് വലിയ പാഷൻ ഉണ്ടായിരുന്നു. അന്നുള്ള എഴുത്തുകാർ MT സാറ്, നന്ദനാർ, VKN, തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ ഇവരുടെയൊക്കെ ചെറുകഥകളും കഥകളും വായിക്കലായിരുന്നു അന്നത്തെ ഹോബി. ഇപ്പം 10ാം ക്ലാസ് വരെ ഇതിനോട് അസ്ഥിക്ക് പിടിച്ച പ്രാന്തായിരുന്നു കലയിനോട്. അപ്പം തന്നെ എൻ്റെ ഫാദർക്ക് തോന്നി. അപ്പോൾ ഫാദർ ആ സമയത്ത് തിയേറ്ററും മൂപ്പരിക്ക് ഒരു സെക്കൻഡ് ഷോ കാണുന്നൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, എല്ലാ സൺഡേ നൈറ്റ്. അപ്പോഴാണ് അതുകൊണ്ടാണ് ഈ തിയേറ്റർ സംഗീത വിലക്കെടുക്കണത്. അപ്പോൾ ഇതെനിക്ക് വല്ലാണ്ട് അസ്ഥിക്ക് പിടിച്ച് എൻ്റെ കരിയർ സ്പോയിലായി പോകും. ഫാദർ സ്പൈസസിൻ്റെ ട്രേഡിംഗ് ആയിരുന്നു. ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ടാണ് മൂപ്പരത് വാങ്ങിച്ചത്. അപ്പോൾ എന്നെ വന്നിട്ട് ഇവിടുന്ന് നേരെ മംഗലാപുരത്തേക്ക് പറിച്ചു നട്ടു, കലയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലത്ത്. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റിയിലൊന്നും പോവില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ വീണ്ടും അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് ചേർന്നു. ഇപ്പം എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു 4th സെമസ്റ്റർ ആയ സമയത്താണ് പെട്ടെന്നാണ് ഫാദറുടെ മരണം. ഞാനും എൻ്റെ സിസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നു. എഞ്ചിനീയറിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഫാദർ ചെയ്ത ട്രേഡിംഗ് ബിസിനസ് ബ്രദേഴ്സൊക്കെ ആയിട്ട് ഒരു വർഷം കൊണ്ട് സ്റ്റോപ്പായപ്പം എൻ്റെ മുമ്പിൽ എനിക്ക് ഇഷ്ടമുള്ള മേഖല വളരെ യാദൃശ്യമായിട്ട് സംഗീത തിയേറ്ററിലേക്ക് 1990 അതിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുക്കുകയും പിന്നെ ഇഷ്ടമുള്ള മേഖലയായതുകൊണ്ട് അതിലെത്രയും കഷ്ടപ്പെടുന്നതിനൊരു വിഷമവും തോന്നിയിട്ടില്ല. അങ്ങനെയാണ് ഈ സംഗീത തിയേറ്ററിലേക്ക് ഞാൻ എൻ്റർ ആവുന്നത്. അപ്പോൾ എപ്പോഴും ഈ സംഗീത തിയേറ്റർ മുനിസിപ്പാലിറ്റീൻ്റെ ലീസ് ലാൻഡ് ആയതുകൊണ്ട് എല്ലാ വർഷവും ഇവർ പുതുക്കി തന്നിട്ടില്ലെങ്കിൽ ടെൻഷനാണ് മുനിസിപ്പാലിറ്റി. അപ്പോൾ സ്വന്തമായിട്ടുള്ളൊരു സ്ഥലം വേണം, അവിടെ ഒരു തിയേറ്റർ വേണം എന്നുള്ളിലാണ് സവിത അന്ന് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടായിരുന്നു. സവിത എന്ന് പറഞ്ഞൊരു സ്ഥലം 70 സെൻറ്റ് സ്ഥലത്ത് എടുത്തിട്ട് സവിത എന്നൊരു തിയേറ്റർ ഓപ്പൺ ആക്കണേ. എൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് റിലീസിങ് പ്രോഗ്രാം വന്നിട്ട് കമ്മീഷണറായിരുന്നു. പക്ഷെ അന്നൊക്കെ ഓപ്പൺ ആക്കുന്ന ഡുവൽ പ്രൊജക്ടർ വെച്ച് മോണോ സൗണ്ട് സിസ്റ്റം വെച്ചിട്ടുള്ളൊരു നോർമൽ non-AC തിയേറ്റർ 97 ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സരിത സെയിം കണ്ടീഷനിൽ ലോഞ്ച് ആവണേ. 97 ഒക്ടോബറിലാണ് സവിത വന്നിട്ട് DTSലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ സബ്സിക്വൻ്റ്ലി 2004 5 വന്നിട്ട് സവിത സഹിത AC ചെയ്തു. സമുദ്രസാഗര AC-യോട് കൂടിയിട്ട് വിത്ത് DTS ആൻഡ് പ്രൊജക്ടർ സിസ്റ്റത്തോട് കൂടിയിട്ടാണ് ലോഞ്ച് ചെയ്തത്. സൗണ്ടിൽ നേരത്തെ സ്റ്റീരിയോ സിസ്റ്റം നിലവിലുള്ളപ്പോഴും തിയേറ്ററിലൊക്കെ മോണോ സൗണ്ട് സിസ്റ്റം ആയിരുന്നു. എക്സെപ്റ്റ് നമ്മൾ 70 mm സ്റ്റീരിയോഫോണിക് പടങ്ങൾ വല്ലപ്പോഴും വരുന്നത്. അതിൽ വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അതിൻ്റെ പ്രൊജക്ടറും ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ ഫിലിമിൻ്റെ സൈസും ഡിഫറെൻ്റ് ആണ്. സൗണ്ടിന് മാഗ്നറ്റിക് ടേപ്പ് ആയിരുന്നു 70 mm സ്റ്റീരിയോഫോണിക്. ബട്ട് അതൊരു കൺസിസ്റ്റൻസി ഉള്ളതും ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലാത്തതുകൊണ്ട് അതെന്തോ സക്സസ് ആയില്ല 70 mm സ്റ്റീരിയോഫോണിക്. പിന്നെ വലിയൊരു സൗണ്ടിൽ റെവല്യൂഷൻ വരുന്നത് നേരത്തെ ഇന്ത്യയിൽ പല സ്ഥലത്തും സ്റ്റീരിയോ സൗണ്ട് സിസ്റ്റം ഡോൾബിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ലോഞ്ചായി. പക്ഷേ കേരളത്തിലൊന്നും അത്ര വലിയ ആക്റ്റീവ് ആയിരുന്നില്ല സ്റ്റീരിയോ സൗണ്ട് സിസ്റ്റം. കേരളത്തിൽ ഒരൊറ്റ സ്ട്രെച്ചിലാണ് സ്റ്റീരിയോയും DTSും വന്നത്. അപ്പോൾ സ്റ്റീരിയോൻ്റെ പ്രൊസസ്സർ ഉണ്ടെങ്കിൽ DTSൻ്റെ പ്ലെയറും കൂടി വെച്ചിട്ട് ഇത് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ DTS വരുമ്പോഴും സ്റ്റീരിയോ വരുമ്പോഴും ഈ ഫിലിമിൻ്റെ മേലെ ഉള്ള സ്റ്റീരിയോ റീഡിംഗ് കോഡ് ഉണ്ടാവും. DTSൻ്റെ മേലെ ഫിലിമിൻ്റെ മേലെ വന്നിട്ട് ഡിജിറ്റൽ കോഡ് ഉണ്ടാവും. ആ കോഡ് വന്നിട്ട് റോളർ സിസ്റ്റം എന്നൊരു സാധനമുണ്ട് പ്രൊജക്ടറിന് മേലെ ഘടിപ്പിക്കുന്നത്. അത് ഡീകോഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊസസ്സറിൽ കൊടുത്തിട്ടാണ് സൗണ്ട് സിസ്റ്റത്തിൽ വരിക. സ്റ്റീരിയോ എന്ന് വരുന്ന സമയത്ത് 4 track ആയിരുന്നു. 4 track എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേജ് എന്ന് പറയും, ലെഫ്റ്റ് റൈറ്റ്, പിന്നെ സറൗണ്ട് ആണ് സ്റ്റീരിയോ ഉണ്ട്. DTS വന്ന സമയത്ത് 6 track ആയിരുന്നു. 6 track എന്ന് പറയുന്ന സെൻട്രൽ സ്റ്റേജ്,
ലെഫ്റ്റ് റൈറ്റ് വൂഫർ, ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് സറൗണ്ട്, ഇത് സെപ്പറേറ്റ് ചെയ്യുമായിരുന്നു സൗണ്ടിനെ വന്നിട്ട്. അതിൻ്റെ റെക്കോർഡിംഗ് പ്രോപ്പർ ആണെങ്കിൽ സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നോർമലി ഇപ്പോഴും തിയേറ്ററിൽ മിക്കവാറും ഡയലോഗ്സ് വരിക സെൻട്രൽ സ്റ്റേജിലൂടെയാണ്. ലെഫ്റ്റിൽ ഇപ്പോൾ ഒരു കഥാപാത്രം നിൽക്കുകയാണെങ്കിൽ ലെഫ്റ്റിലൂടെ സൗണ്ട് വരുന്ന പോസിബിലിറ്റിയും ഉണ്ട്. മിക്കവാറും മ്യൂസിക്കാണ് ലെഫ്റ്റും റൈറ്റിലും പ്ലേ ചെയ്യുക. പിന്നെ ഈ ലെഫ്റ്റിൽ ഒരു വൂഫർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സൗണ്ട്സ് വരുന്നതാണ് സ്ക്രീനിൻ്റെ ബാക്കിൽ വരുന്ന വൂഫർ സിസ്റ്റം. ഇപ്പം ബാസ് കൂടിയ സൗണ്ടുകൾ. പിന്നെ സറൗണ്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് സറൗണ്ട് എന്ന് വെച്ചാൽ ഒരു കഥാപാത്രം ഒരു വെഹിക്കിളോ ലെഫ്റ്റ് സൈഡിലൂടെ വരികയാണെങ്കിൽ ആ സൗണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ലെഫ്റ്റിലൂടെ മാത്രം വരും, റൈറ്റിലാണെങ്കിൽ റൈറ്റിലൂടെ വരും. DTSും കുറേ കാലം നിന്നു, പക്ഷെ അതും കാലഹരണപ്പെട്ടു. എപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ടർ എന്നുള്ള സാധനം വന്നപ്പം പാലം വന്നപ്പോൾ വഞ്ചിക്കാരൻ്റെ ജോലി പോയി എന്ന് പറഞ്ഞ മാതിരി പ്രൊജക്ടർ വന്നിട്ട് മാറിയപ്പോൾ, അതായത് സിനിമ പ്രൊജക്ഷൻ കണ്ടന്റും ഡിജിറ്റലിൽ വന്നപ്പോൾ ആണ് ഇതിനൊരു ചേഞ്ച് വരുന്നത്. ആദ്യം ഡിജിറ്റലിലൊക്കെ ഒരുപാട് ആൾക്കാർ UFO ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ക്യൂബൊക്കെ. ഈ സിനിമയായിരുന്നു. പിന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഡി സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറിയത്. അപ്പോൾ ഡി സിനിമ എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് വന്നിട്ട് ഡി സിനിമ പ്രൊജക്ടേഴ്സ് ഉള്ള സ്ഥലത്ത് മാത്രമേ ഇൻ്റർനാഷണൽ കണ്ടന്റ് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സിനിമയിൽ നോർമൽ കണ്ടന്റും പ്ലേ ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ മാറി ഇന്ന് എവിടെ ഈ സിനിമയില്ല, ഡി സിനിമയാണ്. അപ്പോൾ ഡി സിനിമേൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് സിസ്റ്റം ഇപ്പം ഡോൾബിയാണ് ഇപ്പം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ഡോൾബി അതിൽ വന്നിട്ട് 8 ട്രാക്ക് വരെ അതിൽ ഡെവലപ്പായി വന്നു, ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി സെൻറ്റർ, ലെഫ്റ്റ് റൈറ്റ് വൂഫർ, ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് സറൗണ്ട്, പിന്നെ റൂഫിൻ്റെ മേലെയുള്ള ലെഫ്റ്റ് റൂഫ് റൈറ്റ് റൂഫ്, ഈ ലെവൽ വരെ ഡെവലപ്പായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സൗദിയിലുള്ള 53 ചാനലാണ്. അതിൻ്റെ പ്രോപ്പർ റെക്കോർഡിംഗ് ആണെങ്കിൽ സെപ്പറേഷൻ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊജക്ഷൻ സിസ്റ്റത്തിൽ വന്ന ചേഞ്ച് ഈ സിനിമയിൽ നിന്ന് 2K വന്നു, പിന്നെ 4K പ്രൊജക്ഷൻ വന്നു. 4K പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ചിപ്പിൽ വന്നിട്ട് പിക്സൽസും ലൂമിനസും കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഓഡിയൻസിന് ഫീൽ ചെയ്യാൻ പറ്റും. ഇന്നിപ്പം അതൊക്കെ സെനോൺ ലാമ്പിലാണ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആ സാധനം മാറിയിട്ട് ലേസർ പ്രൊജക്ടേഴ്സും, ഇന്ന് ആ പഴയ ലാമ്പ് പ്രൊജക്ടേഴ്സ് മാറിയിട്ട് ഇന്നിപ്പം ബാർക്കോ ക്രിസ്റ്റി പോലത്തെ കമ്പനിയൊന്നും ലാമ്പ് പ്രൊജക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നില്ല. ലേസർ പ്രൊജക്ടർ സിസ്റ്റമാണ്, അതിന് ബൾബിൻ്റെ ആവശ്യമില്ല. ഇതാണ് പുതിയൊരു ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ. പിന്നെ DTS വന്ന് DHX എന്ന് പറഞ്ഞിട്ട് പുതിയ സൗണ്ട് ടെക്നോളജി ആയിട്ട് വന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഞങ്ങളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഞങ്ങളിവിടെയൊക്കെ ഡോൾബി അറ്റ്മോസ് ആണ്. അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ കൂടാതെ നേരത്തെയൊക്കെ വന്നിട്ട് 3D പടങ്ങൾ കളിക്കുമ്പോൾ പ്രൊജക്ടറിൻ്റെ മുമ്പിൽ ഫിൽറ്റേഴ്സും സിൽവർ സ്ക്രീനും ഒക്കെ ഉള്ളൊരു ടെക്നോളജി ഇന്നും സിൽവർ സ്ക്രീന് തന്നെയാണ്. പക്ഷേ ഈ എക്സിസ്റ്റിംഗ് പ്രൊജക്ടേഴ്സിൽ 3Dൻ്റെ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ 3D സിസ്റ്റം പ്ലേ ചെയ്യും. ഇപ്പോൾ ARM ഒക്കെ പടം 3Dയിലാണ് ഇവിടെ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ 3Dയിൽ വന്നിട്ട് സിംഗിൾ ബീമുണ്ട്, ഡബിൾ ബീമുണ്ട്, ട്രിപ്പിൾ ബീമുണ്ട്. സിംഗിൾ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്ക് ഈ ലൈറ്റിനെ വന്നിട്ട് ഇൻറ്റൻസിറ്റി കുറക്കും ഈ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ, എന്നാലേ 3D ഇഫക്റ്റ് ഓഡിയൻസിന് വിത്ത് കണ്ണട ഫീൽ ചെയ്യുള്ളൂ. ഡബിൾ ബീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിൽട്രേഷൻ കുറേ കൂടി ബെറ്ററാണ്. ട്രിപ്പിൾ ബീം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ആക്യുറസി ഉണ്ടാവും. കാരണം ഫിൽട്രേഷൻ സിസ്റ്റത്തിന് അതാണ് ടെക്നോളജിക്കൽ ഇൻപുട്ട്. അപ്പം പിന്നെ അന്നൊക്കെ നമ്മൾ ഈ സംഗീത തിയേറ്ററിലൊക്കെ ഫിലിം പെട്ടിയിൽ മോണോ സിസ്റ്റത്തിൽ കളിക്കുമ്പം അന്ന് ചെറിയൊരു കൗതുകം ഓഡിയൻസിന് ഉണ്ടാക്കാൻ നമ്മൾ നോർമൽ ഉള്ള സറൗണ്ട് സ്പീക്കർ ബോക്സുകൾ വെക്കും. അപ്പം അന്നൊക്കെ സ്റ്റണ്ട് സീനുകൾ, പാട്ട് സീനുകളൊക്കെ വരുമ്പം ഈ സ്വിച്ച് വന്നിട്ട് ഓൺ ചെയ്യും വന്നിട്ട്. അപ്പം ആ സമയത്ത് ആൾക്കാർക്ക് ഒരു എക്സ്ട്രാ സൗണ്ട് ഫീൽ വരും. അല്ലാണ്ട് വേറൊരു സെപ്പറേഷനോ കാര്യങ്ങളൊന്നുമല്ല. ആ രീതിയിൽ അന്നൊക്കെ ഉള്ള പറ്റാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഗിമിക്സുകളൊക്കെ അന്നും ചെയ്യുമായിരുന്നു, പല തിയേറ്റേഴ്സും ചെയ്യുമായിരുന്നു അങ്ങനെ. പിന്നെ ആ സമയത്താണ് തിയേറ്റർ ഇപ്പം സവിതയൊക്കെ നോൺ AC തുടങ്ങുമ്പോൾ തന്നെ കേർട്ടൻസ് ഉണ്ടായിരുന്നു. ആ കേർട്ടൻ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക മ്യൂസിക്, ഇതെല്ലാം അന്നത്തെ ഒരു പിന്നെ അന്നൊക്കെ വന്നിട്ട് എൻ്റർടൈൻമെൻറ്റ് ആൾക്കാർക്ക് സിനിമ മാത്രമേ ഉള്ളൂ. പിന്നെ വല്ലപ്പോഴും നമ്മളെ കണ്ണൂർ പോലത്തെ സിറ്റിയിൽ വരുന്ന സർക്കസ്, എക്സിബിഷൻ, നാടകങ്ങൾ, ഇതൊക്കെയാണ്. പിന്നെയാണ് TV ഒക്കെ വന്നപ്പോഴാണ് B ക്ലാസ് C ക്ലാസ് തിയേറ്റർ നിറയെ ഉണ്ടായിരുന്നു. 10, 600, 800 തിയേറ്റർ കേരളത്തിലുണ്ടായിരുന്നു. TV പ്രോമിനൻ്റ് ആയതുകൂടി C ക്ലാസ് തിയേറ്ററുടെ കഥ കഴിഞ്ഞു പോയി. പിന്നെ സബ്സിക്വൻ്റ് ആയിട്ട് B ക്ലാസ് തിയേറ്ററും പോയി, A ക്ലാസ് മാത്രം നിലനിന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും വന്നിട്ട് പഴയ B ക്ലാസും C ക്ലാസ് തിയേറ്ററുകളും ഉള്ള സ്ഥലത്ത് പുതിയ റിലീസിങ് സെൻറ്റർ. ആ റിലീസിങ് സെൻറ്റർ വരാനുള്ള ഏറ്റവും വലിയ ടെക്നോളജിക്കൽ സപ്പോർട്ടിങ് ആയത് ഈ
പ്രൊജക്ടർ മാറിയിട്ട് ഉള്ള ഡിജിറ്റൽ സിനിമയാണ്. പണ്ടൊക്കെ ഒരു 97-8 കാലഘട്ടത്തിൽ പോലും ഒരു പെട്ടിക്ക് വന്നിട്ട് 70,000 രൂപ വരെ വരുമായിരുന്നു. അപ്പം അന്ന് പ്രൊഡ്യൂസേഴ്സൊക്കെ ഒരു 50 പെട്ടി, വലിയ പടമാണെങ്കിൽ 60 പെട്ടി, എൻ്റെയൊക്കെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് 2020 സിനിമ പോലും 60 പെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് ഒരാഴ്ച സ്ക്രീൻ ചെയ്യാൻ 12,000 to 14,000 റുപ്പീസ് വരും. ഒറ്റ സ്ട്രെച്ചിന് പാൻ കേരള സ്ക്രീൻ ചെയ്തെടുക്കാം. പടം നല്ലതാണെങ്കിൽ ഇനീഷ്യലി ഗ്രാബ് ചെയ്യാൻ പറ്റും. പക്ഷേ പടം ആവറേജോ മോശമാണെങ്കിൽ ഈ സാറ്റലൈറ്റിൻ്റെ പൈസ അവർക്ക് ദോഷം വരികയും ചെയ്യും. ബട്ട് ഈ ഒരു ടെക്നോളജി വന്നതോടുകൂടിയിട്ട് നമ്മൾ നേരത്തെ C ക്ലാസ് ഉണ്ടായ നോർമൽ ടൗണുകളിലും ഗ്രാമങ്ങളിലൊക്കെ റിലീസ് വന്നു. അവിടെയുള്ള ആൾക്കാർക്ക് വന്നിട്ട് റിലീസ് സമയത്ത് തന്നെ ചൂടോടെ സിനിമ കാണാൻ പറ്റും. സിനിമ എന്ന് പറയുന്നത് ഒപ്പീനിയൻ ആവറേജ് ആണെങ്കിൽ പിന്നെ ആൾക്കാർ കാണാൻ നിൽക്കില്ല. ഈ ഒരു മാറ്റം ഇൻഡസ്ട്രീനെ നല്ലൊരു ലെവലിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ 4 സ്ക്രീനാണ്. സവിത, സരിത, സമുദ്ര, സാഗര. 4 തിയേറ്ററും 19B ബാർക്കോൻ്റെ 4K പ്രൊജക്ടേഴ്സാണ്. അതിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. പിന്നെ തിയേറ്ററിൻ്റെ സ്ക്രീനൊക്കെ ഹാർട്ട്നെസ്സിൻ്റെ സ്ക്രീനാണ്. അതിൽ സവിത ആൻഡ് സാഗര വന്നിട്ട് സിൽവർ സ്ക്രീനാണ്. അവർ 2 തിയേറ്ററിൽ നമുക്ക് 3D പ്ലേ ചെയ്യാൻ പറ്റും. ഇനി കമ്മിങ് ബാക്ക് ടു സവിതേൻ്റെ വന്നിട്ട് ഓൾമോസ്റ്റ് 600 ഓഡിയൻസ്, 19B ബാർക്കോ പ്രൊജക്ടർ, 53 ചാനൽ ഡോൾബി അറ്റ്മോസ്, ട്രിപ്പിൾ ബീം 3D ഫിൽറ്റർ. സരിത വന്നു കഴിഞ്ഞാൽ സരിത വന്നിട്ട് 19B ബാർക്കോ പ്രൊജക്ടർ തന്നെയാണ്, ഹാർട്ട്നെസ്സിൻ്റെ സ്ക്രീനാണ്, ബട്ട് 5.1 സൗണ്ടാണ്. സമുദ്ര ആൻഡ് സാഗര വന്നിട്ട് 4K പ്രൊജക്ടേഴ്സ്, അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം, ഹാർട്ട്നെസ്സിൻ്റെ സ്ക്രീൻ. ഇതാണ് ടെക്നിക്കൽ സൈഡിലെ സ്പെസിഫിക്കേഷൻ. എല്ലാം പുഷ് ബാക്ക് സീറ്റ്സ് ആണ്. വോൾട്ടാസിൻ്റെ എയർ കണ്ടീഷനിങ് ആണ് തിയേറ്ററിൽ. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ആമ്പിൾ സ്പേസ് ഫോർ പാർക്കിംഗ്, 120 സെൻറ്റ് സ്ഥലം കാറിനും 40 സെൻറ്റ് 2 വീലറിനും ഉണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂം ഉണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ലോബിയിൽ തന്നെ ഒരു 300 ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യം തിയേറ്ററിൻ്റെ ലോബിയിലുണ്ട്. പിന്നെ കാഫ്റ്റീരിയ വന്നിട്ട് വളരെ എക്കണോമിക്കലി പ്രൈസ്ഡ് ആണ്. നമ്മളൊന്നും ഈവൺ എഗ് പഫ്സ് പോലും 20 റുപ്പീസാണ്, കോഫി 15 റുപ്പീസാണ്. പിന്നെ വേറൊരു ഹൈലൈറ്റ് വന്നിട്ട് ഞങ്ങളിവിടെ പാർക്കിങ്ങിന് ഒരു ചാർജും വാങ്ങിക്കുന്നില്ല, പാർക്കിംഗ് ഫ്രീ ആണ്. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ടിക്കറ്റിംഗ് ആപ്പ്, ബുക്ക് മൈ ഷോ, ജസ്റ്റ് ഡയലോ, ടിക്കറ്റ് ന്യൂ ഒന്നും പോലെ അല്ലാണ്ട് സ്വന്തം SFCticket.in എന്നൊരു സ്വന്തം ആപ്പ് ലോഞ്ച് ചെയ്ത ഞങ്ങളാണ്. ഇപ്പോൾ ആ ആപ്പിൽ തന്നെയാണ് ഞങ്ങൾ ടിക്കറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺലൈനും ഓഫ്ലൈനും എല്ലാ സിസ്റ്റവും നമ്മൾ അതിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. KP ഹംസ അറിയുന്നതൊന്നും പറയില്ല എന്നാണ് പറഞ്ഞത്. ഗൗതം പക്ഷേ എന്തോ പറയാൻ തുടങ്ങുന്നു. അത് നല്ലതാണ്, പറയണം. മാണിക്യത്തിനും പറയാമായിരുന്നു, അച്ഛനും ഏട്ടനും എനിക്ക് വേണ്ടി കണ്ടുവച്ച മനുഷ്യനെ, പൊക്കനെ എനിക്ക് വേണ്ടാന്ന്. അവളത് പറഞ്ഞിരുന്നെങ്കിൽ, അവരത് കേട്ടിരുന്നെങ്കിൽ, ബാലൻ നായരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവളുടെ ജാതകം മാറില്ലായിരുന്നു. അപ്പൊ ഇനി കുറച്ചു ദിവസം ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടാവും അല്ലേ? അറിയില്ല, എന്റെ യാത്രയുടെ കാലവും നേരവും ഞാൻ നിശ്ചയിച്ചിട്ടില്ല. 97 DTS ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം DTS ചെയ്ത പടം സവിതയിൽ ജുറാസിക് പാർക്കിൻ്റെ പാർട്ട് 2 ആണ്. പക്ഷെ അന്ന് ഭയങ്കര സങ്കടപ്പെട്ടു പോയി. കാരണം വളരെ വെസ്റ്റേൺ സൗണ്ട് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇതിന് വന്നിട്ട് ശബ്ദം കൊടുക്കില്ലല്ലോ സറൗണ്ടിൽ. അപ്പം അന്ന് ഇവിടെ വന്നിട്ട് ഗുപ്തൊക്കെ വന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റും സറൗണ്ടിലൊക്കെ വന്നിട്ട് തീപ്പെട്ടിക്കുള്ളി വരക്കുമ്പോൾ ആറ്റം ബോംബ് പൊട്ടുന്ന ശബ്ദമാണ്. അന്ന് ആൾക്കാർ ധാരണ DTS എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര ശബ്ദമാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റിൽ അന്ന് ഏകദേശം 97 ഒരു 32 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ട് JBLൻ്റെ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് DTS ചെയ്തപ്പോൾ ഓഡിയൻസ് പറഞ്ഞാൽ ഈ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം പോരൊക്കെ. ഞങ്ങളെക്കാട്ടി മുമ്പേ കവിതയിൽ DTS ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുട്ടിച്ചാത്തൻ 2 റീഇഷ്യൂ ഞാൻ DTS ചെയ്തത്. പക്ഷേ ഗുപ്ത് വന്നപ്പം ഹെവി സൗണ്ടായി. അപ്പോൾ ആൾക്കാരെ ധാരണ ഈ DTS എന്ന് പറഞ്ഞാൽ ഹെവി സൗണ്ടാണ്. പക്ഷേ അതിനെ നമ്മൾ ഓവർകം ചെയ്ത് ഇന്ത്യൻ എന്നുള്ള സിനിമ DTS അല്ലായിരുന്നു കണ്ണൂർ കളിച്ച്. ഇന്ത്യൻ്റെ ട്രെയിലർ ഇട്ട് കൊടുത്തിട്ടാണ് ഞങ്ങളുടെ സൗണ്ടും കൂടി നല്ലതാണെന്ന് ജനങ്ങളത് ഏൽപ്പിച്ചത്. അന്ന് അത് DTSൻ്റെ ഒരു റീവാമ്പിങ്. പക്ഷേ DTS കേൾക്കാൻ ആൾക്കും നോൺ AC ആയിരുന്നു. നമുക്കൊക്കെ ഇവിടെ DTS വന്നിട്ട് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ചിട്ട് ശങ്കറിൻ്റെ ജീൻസ് എന്നുള്ള പടം, KR റഹ്മാൻ്റെ ലവബിൾ ആ മെലഡി മ്യൂസിക്കൊക്കെ DTS ഞങ്ങൾ റിപ്പീറ്റ് ഇട്ട് കൊടുത്തു. അത് ആൾക്കാർ വളരെ പ്ലസൻ്റായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഓഫ്കോഴ്സ് തിയേറ്ററിക്കൽ കണ്ടീഷൻ നേരത്തെ ഈ ചൂടത്തിരിക്കണൊക്കെ മാറി AC. നമ്മൾക്ക് മുമ്പേ കവിത AC ഉണ്ടായിരുന്നു. AC വന്നപ്പോൾ ഒന്നും കൂടി ഓഡിയൻസ് വളരെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി.
പിന്നെ ടെക്നോളജിക്കലായിട്ട് വന്ന ചേഞ്ചസ്, പാർക്കിംഗ് സൗകര്യം, ഓഫ്കോഴ്സ് ഈ 4K അറ്റ്മോസ് ഒക്കെ വന്നപ്പം, പിന്നെ പഴയതുപോലെ നല്ല റിലാക്സ്ഡ് ഡിസ്റ്റൻസിൽ സീറ്റിംഗ് ഒക്കെ കൊടുത്തപ്പം അപ്പോൾ ആൾക്കാർ നല്ല സിനിമയാണ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഇനിയും വരുന്നത് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ സർവൈവൽ ഉണ്ടാവില്ല. രണ്ട് തിയേറ്ററിൽ ആദ്യം അറ്റ്മോസ് ചെയ്തു, സവിത ആൻഡ് സാഗര. ഇപ്പോൾ കോവിഡിന് ശേഷമാണ് സമുദ്ര തിയേറ്റർ കൂടി അറ്റ്മോസ് ചെയ്തത്. ഇപ്പോൾ സരിത വന്നിട്ട് 5.1 നിർത്താൻ കാര്യം DHX എന്ന് പറഞ്ഞ സൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് മറ്റുള്ളടത്ത് ചെയ്തതും കണ്ടന്റ് അതിൻ്റെ വരുമോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഐദർ അറ്റ്മോസ് ഓർ DHX ഏതിന് പോകണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ടൈം ലാഗാണ്. അന്നൊക്കെ ടോട്ടലി സിനിമ സ്റ്റാർ ഓറിയൻറ്റഡ് ആയിരുന്നു. താരങ്ങളുടെ ബേസ് ചെയ്താൽ താരങ്ങളുടെ സിനിമക്കാണ് കളക്ഷൻ വരിക, ഇനീഷ്യൽ ഉണ്ടാവുള്ളൂ, ആൾക്കാർ കയറുള്ളൂ. പിന്നെ ചില ഫാമിലി ഓറിയൻറ്റഡ് സിനിമകൾ, ഇപ്പോൾ നമ്മൾ സത്യേട്ടനൊക്കെ ചെയ്യുന്ന മാതിരത്തെ പടങ്ങൾ, അന്ന് ഇറങ്ങണ കുടുംബപുരാണം, കല്യാണ മന്ത്രം പോലത്തെ സിനിമകൾ, അന്നത്തെ ജയറാമും ശ്രീനിയേട്ടനും മമ്മൂട്ടി മോഹൻലാലൊന്നും പോലെ സ്റ്റാർ അല്ലെങ്കിൽ പോലും ആ സിനിമകളും പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഈ രണ്ട് തരത്തിലുള്ള സിനിമകൾ. പിന്നെ എൻ്റെ ഓർമ്മയിൽ നല്ലൊരു ചേഞ്ച് വന്ന് ഈ സ്ലാപ്സ്റ്റിക് കോമഡി, പ്രിയദർശൻ്റെയൊക്കെ പൂച്ചക്കൊരു മുക്കൂത്തി മുതലുള്ള സിനിമകൾ ആ ഒരു ലെവലിൽ, പക്ഷെ അതൊരു ഭയങ്കര ഹൈ ലെവലിലൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കണ്ണൂരൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പൂച്ചക്കൊരു മുക്കൂത്തിയൊക്കെ ഒരു 4 ആഴ്ച, ബോയിങ് ഒരു 2 ആഴ്ച ഇങ്ങനെയൊക്കെ ഓടിയിട്ടുള്ളൂ. പിന്നെ പ്രിയദർശൻ്റെ ഏറ്റവും കൂടുതൽ ഹ്യൂമർ ആൻഡ് ഫാമിലി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത സിനിമ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താളവട്ടാന്ന് തോന്നുന്നു. താളവട്ടം ഒരു മോശമില്ലാണ്ട് കണ്ണൂരൊക്കെ ഓടി. അതിൽ നിന്ന് അപ്പം അങ്ങനെ ഒരു ചേഞ്ച് ഓഫ് ഫിലിം ഒരു മേക്കിങ്ങിലും മറ്റേതൊക്കെ ഓർമ്മയിൽ സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് പ്രിയദർശൻ്റെ പടം, പിന്നെ ഫാസിൽ സാറുടെ പടങ്ങൾ. ഫാസിൽ സാറുടെ ഡിഫറെൻറ്റ് മഞ്ഞൾ വിരിഞ്ഞ ബുക്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർമ്മയാണ്. പിന്നെ അങ്ങേരുടെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, ഇപ്പോൾ എൻ്റെ മാമാട്ടി കുട്ടിയമ്മ, നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വന്നിട്ട് ആ കോൺസെപ്റ്റുകളും ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ അഫ്കോഴ്സ് ഒരു ആവറേജ് സബ്ജക്റ്റ് ആണെങ്കിൽ സ്റ്റാറിൻ്റെ പടം ആവറേജ് കളക്ട് ചെയ്യായിരുന്നു. ഇതായിരുന്നു അന്നത്തെ സിനാരിയോ. പിന്നെ നെക്സ്റ്റ് ലെവൽ ഓഫ് താരങ്ങളുടെ സിനിമകൾ ഇന്നൊരു പ്രവാഹം ഉണ്ടായി. സിദ്ദീഖ് ലാലിൻ്റെ ഒക്കെ റാംജി റാവു കഴിഞ്ഞ് നെഹ്രിയർ നഗറൊക്കെ വന്നപ്പോൾ ഈ ഒരു കാറ്റഗറി മുകേഷ്, മറ്റേ ഇങ്ങനെയുള്ള സിദ്ദീഖ്, ഇങ്ങനെയുള്ള ടീമിൻ്റെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സിനിമകൾ, അതും പിന്നെ തുളസീദാസും പലവരും അതുപോലത്തെ കുറേ സാധനം കുറച്ച് പീരിയഡ് നിന്നു. ആ ഒരു നോർമൽ, അപ്പോൾ അമ്പിളിച്ചേട്ടൻ, ജഗദീഷ് ശ്രീകുമാർ, ആ ഒരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ട് ഒരു മിനിമം കളക്ഷൻസ് തിയേറ്ററിൽ കിട്ടുമായിരുന്നു. പിന്നെ പയ്യെ വന്നിട്ട് വളരെ പോപ്പുലറായി മമ്മൂട്ടി മോഹൻലാലൊക്കെ വന്നിട്ട്. പിന്നെ ഇടയിൽ വന്നിട്ട് എൻ്റെ തിയേറ്റർ ഓപ്പൺ ചെയ്ത സുരേഷ് ഗോപിയുടെ കമ്മീഷണർ വെച്ചിട്ടാണ്. സുരേഷ് ഗോപി വന്നിട്ട് ഇവർക്കുള്ള 3rd ലെവൽ ഓഫ് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ ഏകലവ്യൻ, അങ്ങനെയുടെ ഫസ്റ്റ് ഫിലിം നമ്മൾ സംഗീതയിലാണ് കളിക്കുന്ന ഹിറ്റായ ഫസ്റ്റ് ഫിലിം തലസ്ഥാനം എന്നുള്ള പടം. തലസ്ഥാനം കഴിഞ്ഞിട്ട് മാഫിയ വന്നു, അതും സംഗീതയിലായിരുന്നു. കമ്മീഷണറുള്ള പടമായിരുന്നു സവിത തിയേറ്ററിൻ്റെ ഓപ്പണിംഗ് പ്രോഗ്രാം. സുരേഷ് ഗോപി നല്ലൊരു ലെവലിൽ ഇവരുടെ പാരലൽ ലെവലിൽ തന്നെ ഉയർന്നു വന്നിട്ട് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ടൈപ്പ് ഓഫ് സബ്ജക്റ്റ് മൂപ്പരുടെ ആ ഓഡിയൻസിന് ആ ടൈപ്പ് ഓഫിനുള്ള ഒരു വിരസത. ഇപ്പം മോഹൻലാലിൻ്റെ ഒരുപാട് മീശവിരി സിനിമകൾ അടുപ്പിച്ച് വന്നപ്പോൾ അതിനോട് ആൾക്കാർക്ക് ഒരു വിരസത വന്നിട്ട് പിന്നെ ഒരു ബാലേട്ടൻ എന്നുള്ള ഫാമിലി എൻ്റർടൈൻമെൻറ്റ് വേണ്ടി വന്നല്ലോ വീണ്ടും ഒരു അപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാലഘട്ടത്തിന് ശേഷം ദിലീപിൻ്റെ ഒരു താരോദയമായിരുന്നു. ഫസ്റ്റ്ലി ചെറിയ പടങ്ങൾ, ഇപ്പം മാനത്തെ കൊട്ടാരം പോലത്തെ പടങ്ങളൊക്കെ, 3 Man ആർമിയൊക്കെ ഞാൻ സംഗീതയിൽ കളിച്ച പടമായിരുന്നു. നെക്സ്റ്റ് അങ്ങേരുടെ ഒരു അതിനിടയിൽ ഡാർലിംഗ്, ദോസ്ത് എന്നൊക്കെയുള്ള പടം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങേർക്ക് നല്ലൊരു അപ്ലിഫ്റ്റ് കിട്ടിയത് തെങ്കാശിപ്പട്ടണമായിരുന്നു. തെങ്കാശിപ്പട്ടണത്തിൽ വന്നിട്ട് സുരേഷ് ഗോപി, ലാലേട്ടൻ, ദിലീപ് പാരലായിട്ട് അതിന് മുമ്പെയോ പിൻപെയോ പറക്കും തെളിക കയറി വന്നു. പറക്കും തെളിക ഒരു സ്ലാപ്സ്റ്റിക് ഹ്യൂമറായിട്ട് ഹിറ്റായി. പിന്നെ മീശ മാധവനോട് കൂടിയിട്ട് ഒരു പുതിയൊരു താരത്തിൻ്റെ ദിലീപിൻ്റെ ഉദയമായിരുന്നു. കുറേ നാൾ ദിലീപിൻ്റെ ഒരു എന്താ പറയുക നെക്സ്റ്റ് ഡോർ ബോയ് എന്നുള്ള ഇമേജിൽ ദിലീപും പാരലി ഒരു താരമായിരുന്നു. കൂട്ടത്തിൽ ജയറാം ഏട്ടൻ്റെയും കുറേ നല്ല പടങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. സത്യേട്ടനും രാജസേനൻ, ജയറാം, അതും ജനങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു. ബേസിക്കലി എൻ്റെ ഒരു ഇതിൽ ജനങ്ങൾക്ക് എൻ്റർടൈനിങ് ആവുന്ന വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ എന്നും മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വ്യത്യസ്തമായിട്ടുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആശയങ്ങൾ എഴുത്തുകാരുടെ തലയിൽ വീഴുകയും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന സംവിധായകനും പ്രൊഡ്യൂസറും നടന്മാരും ഉണ്ടായിക്കഴിഞ്ഞാൽ മലയാള ഇൻഡസ്ട്രി വിൽ കീപ്പ് ഓൺ ഗോയിങ്.
ഇപ്പം ഇന്നത്തെ ഒരു സിനിമേൻ്റെ ഒരു ട്രെൻഡ്, ഇപ്പം കോവിഡിന് മുമ്പേ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. താരങ്ങളുടെ സിനിമയും ഓടുമായിരുന്നു. താരങ്ങളില്ലാത്ത ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളും ആശയങ്ങളുള്ള സിനിമയും ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡിന് ശേഷം വീണ്ടും അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ വരാൻ തുടങ്ങി. ആ വന്നതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ഒരു 1.5-2 വർഷം ഈ കോവിഡ് വന്ന സമയത്ത് ക്രിയേറ്റേഴ്സും എല്ലാവരും വന്നിട്ട് അവർ നിൽക്കുന്ന സ്ഥലത്ത് സ്റ്റക്കായി. അപ്പം ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു സമയം കിട്ടി. അവർ OTTക്ക് വേണ്ടിയിട്ടൊക്കെ കുറേ സിനിമ ചെയ്തു. പക്ഷെ ആ സിനിമകളൊക്കെ കോവിഡ് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വന്നപ്പോൾ ജനങ്ങളും തിയേറ്ററിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പം മമ്മൂക്കാൻ്റെ കാതൽ എന്ന് പറഞ്ഞ പടം. OTTക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് എടുത്ത പടമാണ്. ഇപ്പം കിഷ്കിന്ധാകാന്തം, അത് എൻ്റെ അറിവിൽ ആ സമയത്ത് OTTക്ക് വേണ്ടി എടുത്ത പടമായിരുന്നു കിഷ്കിന്ധാകാന്തം. പക്ഷേ ആ OTTയിൽ ഉദ്ദേശിച്ച റേറ്റ് കിട്ടാത്തതുകൊണ്ട് ആ പ്രൊഡ്യൂസർ കൊടുത്തില്ല. വെയിറ്റ് ചെയ്തു. ഓണത്തിൻ്റെ സമയത്ത് ബാറോസ് മാറിയ സമയത്ത് അവരിട്ടു. അത് ഒരു എക്സ്ട്രോർഡിനറി ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ഹിറ്റായി. കൂട്ടത്തിൽ AR നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം എന്നും വന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും കാര്യങ്ങളും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫിലിം മേക്കിങ്, നല്ല സബ്ജക്റ്റുകൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ കൂടാണ്ട് പറഞ്ഞത് ഒരു തിയേറ്ററിന് തിയേറ്ററിന് വ്യൂ ചെയ്യുക. തിയേറ്റർ കോവിഡായ സമയത്ത് പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ OTT പ്ലാറ്റ്ഫോം വന്നിട്ട് സിനിമാ തിയേറ്റർ ഇല്ലാണ്ടാക്കും. പണ്ട് TV വന്നപ്പം B ക്ലാസ് C ക്ലാസ് തിയേറ്ററിന് എഫക്റ്റ് ചെയ്ത പോലെ. ബട്ട് അന്നേരം എനിക്കൊക്കെ കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നത് സംഭവിക്കില്ല. കാരണം ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വന്നിട്ട് റെസ്റ്റോറൻറ്റ് ബിസിനസ് ഒന്നും ഇല്ലാണ്ടായി പോയിട്ടില്ല. ആൾക്കാർക്ക് ആ എക്സ്പീരിയൻസ് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണം. അതുപോലെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഒരു എൻ്റർടൈൻമെൻറ്റ് വാച്ചിങ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ തിയേറ്ററിൽ വന്നിട്ട് തന്നെ കണ്ടാലേ അത് കിട്ടുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്രിക്കറ്റ് മാച്ച്, ഒരു ഫുട്ബോൾ, ഒരു ഓഡിറ്റോറിയത്തിൽ ഗ്രൗണ്ടിൽ സ്റ്റേഡിയത്തിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലും നെക്സ്റ്റ് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീട്ടിൻ്റെ ഉള്ളിൽ TVയിൽ വാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എപ്പോഴും തിയേറ്ററിൽ വരുമ്പം നമ്മൾക്ക് എപ്പോഴും കുറേ ആൾക്കാരെ കാണുന്നു. ആ കാണുന്ന ഒരു ജേണിയാണ്. ഒരു വീട്ടിൽ നിന്നോ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നിന്ന് അവർ പോയിന്റിൽ നിന്ന് ഇറങ്ങിയാൽ വരുന്നിട്ട് തിയേറ്ററിൽ എത്തുന്ന വരെയുള്ള ഒരു ഹാപ്പനിങ് ആണ്. പലവരെ കാണുന്നു. അത് കഴിഞ്ഞിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിൽ ഒന്നിച്ച് കാണുന്ന സമയത്ത് നമ്മളുടെ സന്തോഷങ്ങളും ക്യൂറോസിറ്റിയും ഒരു എന്താ പറയുക, ഒരു ത്രില്ലും എല്ലാം വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഒന്നിച്ചിട്ട് ഇരുന്നിട്ട് കാണുമ്പം ഉള്ളൊരു എക്സ്പീരിയൻസ് ഒന്ന് വേറെയാണ്. ആ എക്സ്പീരിയൻസ് ആണ് സ്റ്റിൽ മേക്ക് തിയേറ്റർ ലൈവ്. എന്നും സിനിമയുടെ ഓഡിയൻസ് എൻ്റെ വിശ്വാസത്തിൽ, ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, പീപ്പിൾ ഫ്രം ദ ഏജ് ഓഫ് 13 to 25 ആണ്. ഇവർ ഫസ്റ്റ് ഫേസിൽ സിനിമ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 25-ന് ശേഷമുള്ള ആൾക്കാരും പയ്യെ തിയേറ്ററിൽ കാണാൻ വേണ്ടി വരും. അപ്പം പ്രൈമ ഫേസ ഇവർക്ക് എൻജോയബിൾ ആവുന്നൊരു മൂവി വന്നാൽ അത് ഡെഫിനറ്റ്ലി അവർക്ക് ശേഷമുള്ള പ്രായക്കാർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഓഡിയൻസിൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞാൽ ഓഡിയൻസ് വ്യൂയിങ് പെർസെൻറ്റേജ് ഒരിക്കലും കുറഞ്ഞിട്ടില്ല. പല പ്ലാറ്റ്ഫോമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോയിന്നേ ഉള്ളൂ. ഇപ്പോൾ തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിനെ കൂട്ടിയാൽ ഇപ്പോൾ സറൗണ്ടിങ്സ് ഒക്കെ റിലീസിങ് സെൻറ്റർ വരുമ്പം കണ്ണൂർ ഒരു സ്ഥലത്ത് മാത്രം ക്രൗഡീകരിക്കുന്ന ആൾക്കാർ പല സ്ഥലത്തും സ്പ്ലിറ്റായി. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ തിയേറ്ററിൽ വന്നിരുന്ന ആൾക്കാർ ചിലപ്പം OTTയിലോ ടെലിവിഷനിലോ കാണുന്നുണ്ടാവും. ബട്ട് അതിൽ വേറൊരു ഡിഫറൻറ്റ് ഉണ്ടായിട്ടുണ്ട്. OTTയിലും ടെലിവിഷൻസിലും മൂവി വരാൻ തുടങ്ങിയപ്പോൾ തിയേറ്ററിൽ ഒട്ടും വരാത്ത ആൾക്കാർ പോലും വീട്ടിൽ നിന്ന് ഇത് വാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വാച്ച് ചെയ്തിട്ട് ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കുന്ന ഒരു തോന്നൽ വന്നു. അവർ ഒരു സൈഡിൽ വന്നിട്ട് വെളിയിൽ വരാത്തവർ ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഇത് തിയേറ്ററിനും കൂടി കണ്ടു കളയാം. ഈ പടമല്ല, ഒരു പെർട്ടിക്കുലർ പടം OTTയിൽ അവർ കാണും. അങ്ങനെ 3-4 പടം കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എന്നാൽ അടുത്തൊരു പടം OTTയിൽ വരുന്നതിന് മുമ്പേ തിയേറ്ററിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി അവർ വരുന്നു. അവർക്കത് ഇഷ്ടമാവും. പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്നുമുണ്ട്. അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ഓഡിയൻസും കൂടി നമ്മൾക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ചില ഓഡിയൻസ് വന്നിട്ട് ഇപ്പോൾ ചില പടങ്ങൾ നമുക്ക് റിലീസിൻ്റെ ആദ്യത്തെ ദിവസങ്ങളോ ആദ്യത്തെ ആഴ്ചയോ ഓഡിയൻസിൽ മൗത്ത് പബ്ലിസിറ്റി എത്താണ്ട് ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് ഡ്രോപ്പായി പോണ പടങ്ങൾ ആൾക്കാർ OTT പോലത്തെ പ്ലാറ്റ്ഫോമിൽ കാണുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. രണ്ടുമുണ്ട്, വൈസ വെർസ. പപ്പേട്ടൻ്റെ പറയുമ്പം നമ്മൾ ഇതിലുള്ള ഒരിടത്തൊരു ഫയൽവാൻ, കള്ളൻ പവിത്രൻ, ഇങ്ങനെയുള്ള മൂപ്പരുടെ ഒരു ബിഗിനിങ് ടൈമിലുള്ള സംവിധാനം ചെയ്ത സിനിമകളുണ്ട്. പിന്നെ അങ്ങേര് സ്ക്രിപ്റ്റ് എഴുതിയ ഐ വി ശശിക്ക് വേണ്ടി ഇതാ ഇവിടെ വരെ, ഇങ്ങനെയുള്ള പടങ്ങളും അങ്ങേര് തന്നു. പക്ഷേ എപ്പോഴും അങ്ങേരുടെയൊക്കെ വന്നിട്ട് കാലഘട്ടത്തിന് മുമ്പേ ഉള്ള കോൺസെപ്റ്റുകളാണ്. അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിന് വന്നിട്ട് ചിലപ്പം അത് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ചിലത് വളരെ കൺവിൻസ്ഡ് ആയിട്ടുമുണ്ട്. ഫോർ എക്സാമ്പിൾ കൂടെ ഇവിടെ എന്നുള്ള പടം വളരെ ഡിഫറെൻ്റ് ആണ്. അത് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്.
പക്ഷേ ചിലപ്പോൾ നമുക്കൊക്കെ ഒരു വിഷമം തോന്നിയപ്പോൾ എൻ്റെ സംഗീത തിയേറ്ററിൽ കളിച്ചതാണ് തൂവാനം തുമ്പികൾ. നെക്സ്റ്റ് ഇന്നലെ എൻ്റെ തിയേറ്ററിലല്ല കളിച്ചത്. ഇങ്ങനെയൊക്കെ ഉക്രൻ കോൺസെപ്റ്റുകളായിരുന്നു. പക്ഷേ വന്നിട്ട് അത് ഉദ്ദേശിച്ച ലെവലിൽ ഇപ്പം ദേശാടന കിളി കരയാറില്ല. അന്ന് വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് ഒരു 2 പെൺകുട്ടികൾ തമ്മിലുള്ള റിലേഷൻ വളരെ ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് കവേർഡായിട്ട് പറഞ്ഞൊരു സിനിമയാണ് ആ പടങ്ങളൊക്കെ. അതൊന്നും ചിലപ്പം ഓടാത്തതിൽ അന്നത്തെ നമുക്ക് കലയോടുള്ള ഇഷ്ടം കൊണ്ട് ചിലപ്പം വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിൻ്റെയും ടേസ്റ്റ് ഇല്ലേ, ആ ടേസ്റ്റും കൂടി ക്രിയേറ്റേഴ്സ് കൺസിഡർ ചെയ്താൽ ഇൻവെസ്റ്റർ വന്നിട്ട് ഒരു പരിധി വരെ സേഫ് ആവും. പക്ഷെ ഇന്ന് വന്നിട്ട് തൂവാന തുമ്പികളും ദേശാടന കിളി കരയാറുള്ള ഇന്നലെ എന്നുള്ള പടങ്ങളൊക്കെ വന്നിട്ട് ഇന്ന് വളരെ വാഴ്ത്തപ്പെട്ട് പറയുന്നുണ്ട്. അന്ന് ആ പടം ഇനിയിപ്പോൾ 3-ാം പക്കം പപ്പേട്ടൻ്റെ പടം, പിന്നെ ഒരുപാട്, പിന്നെ സീസൺ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അന്ന് ഓടിയേയില്ല, മോഹൻലാലിനെ വെച്ച് ചെയ്ത് വളരെ ഡിഫറെൻ്റ് തോട്ടാണ് ആ സാധനം. പക്ഷെ അതൊരു സ്റ്റോറി ഒന്നും പറയാനില്ല, ഒരു ഇൻസിഡൻസ് മാത്രം. ഇന്ന് സിനിമയിൽ ഇൻസിഡൻസ് മാത്രം പറഞ്ഞു പോകുന്നത്, അന്ന് ഇൻസിഡൻസ് മാത്രം പറഞ്ഞൊരു സിനിമയാണ് സീസൺ. പിന്നെ എത്രയോ പപ്പേട്ടൻ്റെ പടങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച നല്ല ദിവസം, അതിന് നിർമ്മാതാവിനൊക്കെ വന്നിട്ട് രാഷ്ട്രപതിൻ്റെ അവാർഡ് കിട്ടിയെങ്കിലും തിയേറ്ററിക്കലി വന്നിട്ട് അത് ഡിസേർവ് ചെയ്യുന്ന കളക്ഷൻ അന്ന് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരുപിടി പടങ്ങൾ, പ്രത്യേകിച്ചിട്ട് പപ്പേട്ടൻ്റെ ചെയ്ത മിക്കവാറും ഒരുപാട് പടങ്ങൾ ത്രൂ ചെയ്ത ഗാദിമതി ഫിലിംസാണ് ബാലേട്ടൻ. മൂപ്പര് മരണപ്പെട്ടു പോയി. പിന്നെ മൂപ്പരത് എനിക്കൊരു ബേസിക്കലി മൂപ്പരൊരു സിനിമയോട് ഒരു ഇഷ്ടക്കുറവ് തോന്നിയ സിനിമ ഞാൻ ഗന്ധർവൻ മാത്രമല്ല. അത് മൂപ്പര് ചെയ്യണ്ടായിരുന്നു തോന്നി. മറിച്ചിട്ട് ആരപ്പെട്ട് കിട്ടിയ ഗ്രാമത്തിൽ എന്താ മേക്കിംഗ് ആ പടമൊക്കെ. പക്ഷെ അതും ഡിസേർവിങ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആ പടത്തിനും കിട്ടിയിട്ടില്ല. ആരപ്പെട്ട് കിട്ടിയ ഗ്രാമത്തിൽ കുറച്ച് ലേറ്റായിട്ട് ആ പടം വന്നത്. പെട്ടെന്ന് പറയുമ്പം പപ്പേട്ടൻ്റെ പടങ്ങളിൽ ഓർമ്മ വരുന്ന പടങ്ങളാണ് പറഞ്ഞത്. വേറെ ഒരുപാട് പടങ്ങളുണ്ട് പപ്പേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത്. എന്തിനു പറയുന്നു, സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു പപ്പേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്ത് കാണാൻ അറിയത്ത്. IV ശശിയെ ഡയറക്റ്റ് ചെയ്ത്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു കമേഴ്സ്യൽ ഡയറക്ടറും ഒരു ക്രിയേറ്റീവ് സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ജെല്ലായാൽ 90% സൂപ്പർ ഹിറ്റുകൾ ജനിക്കും. അതിന് ഒരുപാട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ അത് ചിലപ്പോൾ വിഷമാകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ക്രിയേറ്റീവ് സ്ക്രിപ്റ്റ് റൈറ്റർ, നല്ല ടെക്നീഷ്യനും, ഇപ്പോൾ അതിൻ്റെ ഒരുപാട് എക്സാമ്പിളാണ്. ഇപ്പം ജോഷിയേട്ടനും രഞ്ജി പണിക്കരേട്ടനെ കൂടെ ഒന്നിച്ച് ചെയ്ത ലേലം, പത്രം എന്നുള്ള സിനിമകളൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. അഫ്കോഴ്സ് പിന്നെ രഞ്ജിയേട്ടൻ ചെയ്ത കുറേ പടങ്ങളും നന്നായിട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്തും ഷാജി കൈലാസും കോമ്പിനേഷൻ ഉള്ള വന്ന പടങ്ങൾ, ഒരുപാട് പടങ്ങൾ. ഇപ്പം IV ശശി രഞ്ജിത്ത് കോമ്പിനേഷനിൽ വന്ന ദേവാസുരം, പിന്നെ സബ്സിക്വൻ്റായി വന്ന 6-ാം തമ്പുരാൻ, ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഷാജി കൈലാസ് രഞ്ജിത്ത് കോമ്പിനേഷനിൽ. ശരിക്ക് നമ്മളിത് പറയാനുള്ള അതോറിറ്റി അല്ലെങ്കിലും ഏറ്റവും ഇപ്പോൾ ഞാനിപ്പം ഈ ഒരു ബിസിനസ്സിൽ മാത്രമല്ല, ഞാൻ ബീവറേജ് മാനുഫാക്ചറിങ് ബിസിനസ്സിലുണ്ട്, നോൺ ആൽക്കഹോളിക് ബീവറേജസിൽ. അപ്പോൾ ബിസിനസ്സിൽ പോലും ഞാൻ ചിന്തിക്കണേ, വാട്ട് ഐ ആം അറ്റ് ദ ബെസ്റ്റ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഒരു ടെക്നിക്കൽ ലെവലിൽ, ഒരു ക്യാമറ ലെവലിൽ ബെസ്റ്റ് ആണെങ്കിൽ ഞാൻ അതിൽ ഫോക്കസ് ചെയ്താൽ എനിക്ക് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനൊരു ക്രിയേറ്റീവ് സൈഡിൽ നിങ്ങൾ നല്ലതാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട്. നിങ്ങൾ ഒരു അഭിനയിക്കുന്ന ലെവലിൽ ബെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ഇന്നോവേറ്റീവും നല്ല റിസൾട്ട്സും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. பறவையோட குணமே பறக்கிறது தாண்டா. அதை பறக்க விடு, வாழ்வா சாவாங்கிறது அது முடிவு பண்ணிட்டு. உன்னோட இந்த கருணை அதோட சாவை விட கொடுமையானது. ഞങ്ങളൊക്കെ ഓർമ്മയ്ക്ക് മുമ്പേ സിനിമ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ മാത്രമായിരുന്നു. മാറ്റ്നി ഒരു സ്പെഷ്യൽ ഷോ ആയിരുന്നു അന്ന്, ഒരു വീക്കെൻഡ്സോ ഒരു റിലീസിങ് ഡേറ്റ് ഒക്കെ. പിന്നെ ഞാനൊക്കെ ഇത് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്ത 90s കാലഘട്ടത്തിലൊക്കെ, 90s ആ ഒരു പീരിയഡിലൊക്കെ, അതിൻ്റെ ഒരു 85 കാലഘട്ടത്തിലൊക്കെ ഇതിന് മുമ്പേ സിനിമ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂൺ ഷോ സ്പെഷ്യലായിരുന്നു. അത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേയിൽ റിലീസ് ഡേറ്റ്സിന് ഉണ്ടാവും. റെഗുലർലി മാറ്റ്നി ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ ഉണ്ടാവും. ജനറലി അന്നത്തെ ടൈമിംഗ് ഒക്കെ മാറ്റ്നി ഒരു 3:15, 6:30 ഫസ്റ്റ് ഷോ, 9:30 സെക്കൻഡ് ഷോ, ലാസ്റ്റ് ഷോ.
പിന്നെ അത് മാറിയിട്ട് 4 ഷോ റെഗുലർ ഷോ ആയി. മോർണിംഗ് ഷോ 10:30, 2:30, 6:30, 9:30. പിന്നെ മോർണിംഗ് ഷോ എന്നുള്ള നൂൺ ഷോ ആയിട്ട് 11:30 ആയി. ഇന്നത്തെ സിനാരിയോ വന്നിട്ട് പടത്തിൻ്റെ ലെങ്ത്തും സിറ്റുവേഷനും വെച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 മണിക്കൂർ പടമാണെങ്കിൽ ഓഡിയൻസ് ഉണ്ടെങ്കിൽ 5 ഷോ കളിക്കുന്നുണ്ട്. ചിലപ്പോൾ വീക്കാണെങ്കിൽ 4 ഷോസ് ഉണ്ടാവും. ബട്ട് ഒരു ട്രെൻഡ് മാറിയത്, പണ്ടൊക്കെ വന്നിട്ട് ഏറ്റവും കളക്ഷൻ വന്നുകൊണ്ടിരുന്ന ഷോ വന്നിട്ട് മാറ്റ്നി ആൻഡ് ഫസ്റ്റ് ഷോ ആയിരുന്നു. ഇന്ന് ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ വരുന്നത് സെക്കൻഡ് ഷോ. ഇനി ഇച്ചിരിയും കൂടി വൈകിട്ട് ഒരു 8:30 വരെ 10:30, 11 ഷോ ഇട്ടാൽ അതിന് കൂടുതൽ ഓഡിയൻസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ആൾക്കാരുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ്സിൽ വന്ന മാറ്റങ്ങളായിരിക്കാം, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ്റെ. ഓഫ്കോഴ്സ് ഒരു സെക്കൻഡ് ഷോനാണ് കൂടുതൽ 8:30, 9 o'clock ഷോസിനാണ് ഫാമിലി. കൂടുതൽ യങ്സ്റ്റേഴ്സാണ് കുറച്ചും കൂടി വൈകിട്ട് ഒരു 10:30 ഷോ ഇട്ടാൽ വരുന്ന യങ്സ്റ്റേഴ്സാണ്. ഞാൻ വളരെ പോസിറ്റീവാണ്. ഫ്യൂച്ചറിലും യാതൊരു കോട്ടവും ഫിലിം ഇൻഡസ്ട്രിക്ക് ഉണ്ടാവില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാനുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ വന്നപ്പോൾ റെസ്റ്റോറൻറ്റ്സുകൾ നിന്ന് പോയില്ല. ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും അതൊരു യൂസർ ഫ്രണ്ട്ലി സിസ്റ്റം ആണെങ്കിൽ തിയേറ്റർ ഓണേഴ്സും പ്രൊഡ്യൂസേഴ്സും ഇംപ്ലിമെൻ്റ് ചെയ്യാനും, പിന്നെ ക്രിയേറ്റിവിറ്റിയില്ല. ഓരോ കാലഘട്ടത്തിലുള്ള ടേസ്റ്റുകൾ മാറുന്നുണ്ട്. ഇപ്പം യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന പടങ്ങൾ, ഇപ്പോൾ നമ്മളൊരു സീനിയർ ആയിട്ടുള്ള ഞങ്ങൾക്ക് ഒരു ഫുഡ് ടേസ്റ്റ് പോലെ, ഇപ്പോൾ ഞാനൊക്കെ ബേസിക്കലി ഉച്ചക്ക് ഊണ് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇന്നത്തെ പല യങ്സ്റ്റേഴ്സും വന്നിട്ട്, ഇപ്പോൾ ഇന്നലെയൊക്കെ ഒരു ഊണ് കഴിക്കാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയപ്പോൾ എക്സ്ക്ലൂസീവ്ലി വെജിറ്റേറിയൻ നോൺ വെജ് മീൽസ് ആയിരുന്നു. അവിടെ ഇപ്പം വെജിൽ തന്നെ ബിരിയാണീസും കാര്യങ്ങളും എനിക്ക് അതിശയായി പോയി. കാര്യം ഇന്ന് ഒരു 30% ആൾക്കാർ അത് കഴിക്കുന്നുണ്ട്, നമ്മളെപ്പോലത്തെ പഴയ ആൾക്കാർ ഊണും കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 13 മുതൽ 25 വയസ്സ് വരെയാണ് പ്രേക്ഷകരാണ് ഫസ്റ്റ് തിയേറ്റേഴ്സിലേക്കും ഇതിലും വരുന്നത്. അവരുടെ ടേസ്റ്റിന് കണക്കായിട്ടുള്ള സിനിമ ക്രിയേഷൻ സംഭവിച്ചാൽ, ടെക്നോളജിക്ക് കണക്കായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ, ഏറ്റവും വലിയൊരു അതിശയം തോന്നുന്നത് ഷോർട്ട് എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിലും ബീജത്തിൻ്റെ കാര്യത്തിൽ പോലും പ്രേക്ഷകർ, ടെക്നിക്കൽ സൈഡിനെ പറ്റി പോലും പ്രേക്ഷകർ ഭയങ്കര അവെയറാണ്. ഒരു ട്രീറ്റ്മെൻറ്റ്, സിങ് സൗണ്ട് എന്താണ്, ഇത് മൊണ്ടാഷ് ആണെന്നൊക്കെ ആൾക്കാർ പറയണു, പ്രേക്ഷകർ പറയണ കേൾക്കുമ്പോൾ നമ്മൾ വായും പൊളിച്ചിരിക്കും. ഇവർ ഇത്രയും അപ്ഡേറ്റഡ് ആണ് ഓഡിയൻസ്. അപ്പോൾ അവരെ ഇനി തോപ്പിക്കാനൊന്നും പറ്റില്ല. പുതിയ ടെക്നോളജി എന്താണെന്നുള്ള ഇന്നോവേറ്റീവായിട്ട് അവർക്ക് കൊടുക്കുക, ക്രിയേറ്റീവ് വൈസ് നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ കീപ്പ് ഓൺ ഡൂയിങ്. അന്നൊക്കെ ഒരു വളരെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സൂപ്പർ സ്റ്റാറിൻ്റെ പടയെല്ലാം വന്നു കഴിഞ്ഞാൽ കാലത്ത് 5:30-6 മണി മുതൽ ഗേറ്റിൻ്റെ ഉള്ളിൽ, ഗേറ്റ് തുറക്കില്ല, ഗേറ്റിൻ്റെ അടുത്ത് ഓഡിയൻസ് അല്ലെങ്കിൽ ഫാൻസുകാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എക്സ്പെക്റ്റഡ് പടമാണെങ്കിൽ തടിച്ചു കൂടും. അന്ന് തിയേറ്ററിൻ്റെ ഗേറ്റ് തുറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അംഗമാണ്. ആ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഓടിച്ചാടി ക്യൂ കൗണ്ടർ, ഈ നരിക്കൂട് പോലത്തെ ക്യൂ കൗണ്ടർ, അതിൻ്റെ ഉള്ള ബഹളം കാര്യങ്ങൾ, അത് ഭയങ്കരം തിയേറ്റർ ഉടമ എന്നുള്ള രീതിയിൽ ഭയങ്കര ടെൻഷനുമായിരുന്നു. പക്ഷെ അതൊരു ഹരവുമായിരുന്നു. പക്ഷേ ഇന്ന് ഓൺലൈൻ ടിക്കറ്റിംഗ് ഇതൊക്കെ വന്നപ്പം എല്ലാവർക്കും നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമയത്ത് മാത്രം വന്നാൽ മതി. ആ പഴയ വന്നിട്ട് ആ ബഹളങ്ങൾ ഇല്ലാണ്ടായി. പക്ഷേ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ കുറേ ഫാമിലി ഓഡിയൻസ് വളരെ കൺവീനിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. മറ്റേതെപ്പോഴും ആൾക്കാർക്ക് ചില ഡാമേജസ് ഒക്കെ ഉണ്ടാവുക അന്ന് വരുന്ന സമയത്ത്. ആ ആദ്യം കാണുന്ന സമയത്തുള്ളൊരു ത്രില്ല് ഉണ്ടാവും. അത് മാനേജ് ചെയ്യാന്നുള്ള, ആ ക്വയറ്റിക് സിറ്റുവേഷൻ മാനേജ് ചെയ്യാന്നുള്ള വലിയ വിഷമമായിരുന്നു. പക്ഷെ ഇന്ന് ആ കൺഫ്യൂഷൻസ് ഇല്ല. തിയേറ്ററിൻ്റെ ടിക്കറ്റിംഗ് സിസ്റ്റം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ട് ഈ പുതിയ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലേ, യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? Anti skin, anti face, anti body. What if sound could be authentic? What if sound could be deeper? More than that. ടെക്നോളജിയിൽ തിയേറ്ററിൽ മാറ്റങ്ങൾ വരുന്നതിന് മുമ്പേ ഏകദേശം ഒരു 1.5 വർഷത്തോളം ഒരു സ്റ്റഡി ഫേസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഒരു പ്രൊജക്ടറിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വേൾഡിലെ ഏറ്റവും വലിയ പയനിയേഴ്സ് ബാർക്കോ ആൻഡ് ക്രിസ്റ്റിയാണ് പ്രൊജക്ടറിൽ. അതിൽ തന്നെ പല മോഡൽസും ഉണ്ട്. ഒരേ പടം 5 ലെവൽ ഓഫ് പ്രൊജക്ടറിന് വ്യൂ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി.
അങ്ങനെയാണ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി പ്രൊജക്ടർ ബാർക്കോൻ്റെ എടുക്കാൻ പറ്റിയത്. ബാർക്കോൻ്റെ പറഞ്ഞാൽ 20C ഉണ്ട്, 19B2K ഉണ്ട്, 19B4K ഉണ്ട്, 32B ഉണ്ട്, അതിൻ്റെ താഴെയുള്ള മോഡൽസും ഉണ്ട്, 15CO. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റഡിക്ക് വന്നിട്ട് ഒരുപാട് സ്ഥലത്ത് ഇപ്പം സിനിപോളിസ് പോലെയുള്ള തിയേറ്റർ, PVR പോലെയുള്ള തിയേറ്റർ, അതിൻ്റെ ക്യാബിൻസ് വിസിറ്റ് ചെയ്യാം, അവരെന്താ ചെയ്തെന്നുള്ള പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു റോൾ മോഡലായിട്ട് എടുക്കാൻ തോന്നിയത് ചെന്നൈയിലുള്ള സത്യം തിയേറ്ററാണ്. ഇന്നിപ്പോൾ PVRൻ്റെ കസ്റ്റഡിയിലാണ് ആ തിയേറ്റർ ഉള്ളത്. സത്യം തിയേറ്റർ നമ്മളെ ഒരു സാധാരണ തിയേറ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ കണ്ട അവർ റീവാമ്പ് ചെയ്തിട്ട് സക്സസ് ഉണ്ടാക്കിയത് നമുക്കൊക്കെ ഒരു മാതൃകയായിരുന്നു. ആ തിയേറ്ററിൽ ക്യാബിൻ വിസിറ്റ് ചെയ്യാൻ പറ്റി. ആ തിയേറ്ററിൽ ഉള്ള പല സാധനങ്ങളും നമുക്കിവിടെ ടോട്ടലി അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റി. അത് നമ്മൾക്ക് ഒരുപാട് ഗുണകരമായിട്ടുണ്ട്.